ജെ കള്ളിങ് ഗെയിം ആർക്കിനെ പറ്റി പറയുന്ന മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ഥിരമല്ല പോലെ തന്നെ മുമ്പത്തെ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കള്ളിങ് ഗെയിം എന്താ അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഒരു ഐക്കാർഡ് വന്നില്ലേ, അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റായി പറഞ്ഞത് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മെഗുമിൻ്റെ മുന്നിൽ ഇപ്പോൾ ഏഞ്ചലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്ട ആ ഒരു കോളേജിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിനെ തന്നെ ഇപ്പോൾ കൊന്നിട്ടുണ്ട്. ബാക്കിയുള്ള രണ്ട് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സോഴ്സിനും കൂടി കാണിച്ചിട്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് പ്ലേസ് മനസ്സിലാക്കാണ് ഈ ഒരു കോളനിയിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സോഴ്സർ മരിച്ചിരിക്കുകയാണ്. ഇത് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കൊഗാൻ്റെ ചോദിക്കുകയാണ്, അതായത് ഈ ഒരു കോളനിയിൽ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ പോയിൻ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്ലെയർ ആരാണെന്ന്. അതാരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൊഗാനെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ യൂട്ടോ കുറിച്ചാണ്. ഇവർ മനസ്സിലാക്കാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സോഴ്സിനെ കൊന്നത് നമ്മുടെ യൂട്ടോ കുറിച്ചാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരും വേറൊരു പ്ലെയറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവർ രണ്ടുപേരല്ല മറിച്ച് 3 ടീമായി പെടുന്ന ഒരു ഗ്യാങ് ആണെന്ന്. മറുസൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടോ കുറിച്ച് മറ്റേ പ്ലെയറിനെ കൊന്നുകൊണ്ട് ഇപ്പോൾ ഒരു ഗാർഡ് പോലെ നിൽക്കുകയാണ്. അതെന്താ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ കുറച്ചധികം നോൺ പ്ലേയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ യൂട്ടോ കുറിച്ച്. ആ ഒരു ടൈമിലേക്ക് പെട്ടെന്ന് 2 നോൺ പ്ലേയേഴ്സ് നമ്മുടെ ഈ ഒരു യൂട്ടോ കുറിച്ചിൻ്റെ അതിൽ രക്ഷിക്കണേ പറഞ്ഞിട്ട് വരിക. അവർ നോക്കിക്കഴിഞ്ഞാൽ അവർ ഫുള്ളും ഒരു കോക്രോച്ച് വെച്ച് കവർ ചെയ്യാണ്. അതിൽ ബാക്കിൽ വരുന്ന ആളിനെ നമ്മുടെ യൂട്ടോ രക്ഷിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ അപ്പം തന്നെ ഒരു എന്താ പറയുക ഒരു സ്കള്ളായിട്ട് ആഷായി പോവുകയാണ്. അപ്പം തന്നെ നമ്മുടെ യൂട്ടൻ നമ്മുടെ റീക്കനെ സമയം ചെയ്തിട്ട് ആ ഒരു അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്യുകയാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതാരാ ചെയ്ത് പറഞ്ഞു നോക്കിയാൽ ഈ ഒരു 3 പേരിൽപ്പെടുന്ന മറ്റൊരു കുറു ഋഷി പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു കോക്രോച്ച് തലയും പറഞ്ഞ ഒരു കേഴ്സ്ഡ് സ്പിരിറ്റാണ്, മറിച്ച് ഒരു പ്ലെയർ അല്ല. ഈ ഒരു കോക്രോച്ച് തലേൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഡ് തന്നെയുണ്ട്. ഈ സോഡ് വെച്ച് കിട്ടിയ ഒന്നും നോക്കണ്ട, അപ്പം തന്നെ ഡെത്ത് തീർന്നു. ഇപ്പം നമ്മുടെ യൂട്ട അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോക്രോച്ച് തലേനായിട്ടുള്ള ഒരു ഇൻഡൻസ് ഫൈറ്റ് തന്നെ ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഇവനെ കൊല്ലം ഒറ്റ ഒരു വഴിയുള്ളൂ, അതായത് നമ്മുടെ യൂട്ട എങ്ങനെയാണോ നമ്മുടെ ശിവയിൽ വെച്ച് നമ്മുടെ ഇറ്റഡോറിനെ കൊന്നിട്ട് അവനെ ഈ ഒരു റിവേഴ്സ് വെച്ചിട്ട് ജീവിപ്പിച്ചത്, അതേപോലെ തന്നെ ഈ റിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പോസിറ്റീവ് എനർജി ഇവൻ്റെ ബോഡിക്ക് ഇംപ്ലൈ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഇവനെ കൊല്ലാൻ സാധിക്കുള്ളൂ. അത് എങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ യൂട്ട ഇപ്പോൾ ആലോചിക്കുന്നത്. അടുത്ത നമ്മുടെ യൂട്ട ചെയ്യുന്നത് പറഞ്ഞാൽ ഇവൻ്റെ ഈ ഒരു റൈറ്റ് കൈ തന്നെ വെട്ടിക്കളയുന്നുണ്ട്. അടുത്ത ഒരു ലെഫ്റ്റ് കൈ തന്നെ വെട്ടാൻ ശ്രമിക്കുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ. അവന് വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ യൂട്ട എനിക്ക് നേരെ ഇവൻ്റെ സോഡ് വെച്ചിട്ട് തന്നെ അറ്റാക്ക് ചെയ്യണം. നമ്മുടെ യൂട്ട മരിച്ചു പറഞ്ഞിട്ട് അവനെ കൺസ്യൂം ചെയ്യാൻ പോയേക്കും നമ്മുടെ കുറവറി വേണ്ട നമ്മുടെ കോക്രോച്ച് തലയും. ഇവനെ അറിയില്ലല്ലോ നമ്മുടെ യൂട്ടയ്ക്ക് റിവേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ യൂട്ട നേരെ എണീറ്റ് ഇവൻ്റെ വായനെ കടിച്ചു പറിച്ചിട്ടുണ്ടാവും. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്ടൻ്റെ ഈ ഒരു റിവേഴ്സിലെ ഔട്ട്പുട്ട് നേരെ ഇവൻ്റെ വായിക്ക് തന്നെ അടിച്ച് കയറ്റി ഇവൻ സ്പോട്ടിൽ തന്നെ ഡെഡായി. ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പറഞ്ഞിട്ട് ഒരു ദീർഘാശ്വാസം എടുക്കുന്ന ടൈമിലേക്ക് ഇവിടെ വന്നിട്ട് നിനക്ക് റിവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കില്ലേ പറഞ്ഞിട്ട് വരിക. നോക്കിക്കഴിഞ്ഞാൽ ഇവളുടെ സൈഡിലുള്ള ഒരു സ്കൈ എന്നെയൊക്കെ ഒരുമാതിരി ഷേപ്പിലൊക്കെ ആയിരിക്കും. എന്നിട്ട് ഇവിടെ നമ്മുടെ യൂട്ടനെ അറ്റാക്ക് ചെയ്യായിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ കൈയൊക്കെ ഒരുമാതിരി ഒരു ഷേപ്പിലൊക്കെ പോവുകയാണ്. അപ്പോഴേക്കും നമുക്ക് പറഞ്ഞായിരുന്നു ഇവനുള്ള ഒരു കേഴ്സ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്കൈനെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ലൈക്ക് ഒരു വാട്ടർ സർഫസ് പോലെ. ഒരു വാട്ടറിൽ നമ്മൾ എങ്ങനെയൊക്കെ നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കുമോ അതേപോലെയായിരിക്കും ഇപ്പോൾ ഈ ഒരു സ്കൈനെ ചെയ്യാൻ സാധിക്കുന്നത്. ശരിയെന്ന വെള്ളത്തിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നടക്കുന്ന ടൈമിലായിരിക്കും നമ്മുടെ ജോസ്കിൻ്റെ ഹെയർ സ്റ്റൈലുള്ളവരും നമ്മുടെ യൂട്ടയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യുക ഇവൻ്റെ ഒരു ഹെയറിൻ്റെ ടിപ്പിൽ വെച്ചിട്ട്. ഇവൻ നമ്മുടെ യൂട്ടനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ യൂട്ട എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവനെ വിട്ടിട്ട് നേരെ ഇവനായിട്ടുള്ള ഒരു പൊരിന് ഫൈറ്റ് നടക്കും. ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്ന ഇടയിലായിരിക്കും മറ്റുള്ള കയറി വന്നിട്ട് നമ്മുടെ യൂട്ടിനെ അറ്റാക്ക് ചെയ്യുക. നമ്മുടെ യൂട്ട ഏകദേശം നമ്മുടെ യൂട്ടിക്ക് ഇപ്പോൾ ഒരുപാട് ഡാമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂട്ട ഒന്നും നോക്കില്ല, നമ്മുടെ റിക്കിനെ സമൻ ചെയ്യും. എന്നിട്ട് നമ്മുടെ യൂട്ട നമ്മുടെ റിക്കിനോട് പറയാണ്, റിക്ക ഗീവ് മീ എവരിത്തിങ്. അപ്പോൾ നമ്മുടെ റിക്ക ഒരുപാട് സോഡ് എടുത്ത് കാണിച്ച് കേട്ടോ കഴിക്കും. ഈ സോഡൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ കേഴ്സ് ടെക്നിക്കാണ് ഇവൻ കോപ്പി ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഒരു മെയിൻ ഡൗട്ടായിരിക്കും എങ്ങനെയാണ് നമ്മുടെ റിക്കിനെ നമ്മുടെ ഇപ്പോഴും നമുക്ക് യൂട്ടിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ JJK 0 മൂവിയിൽ നമ്മുടെ റിക്ക മരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ബട്ട് എൻ്റെ കയ്യിലല്ല പറയാം, കാരണം ഒരു ചെറിയ പോർഷന് ഇപ്പോഴും നമ്മുടെ യൂട്ട എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ യൂട്ടിക്ക് നമ്മുടെ റിക്കനെ ഇപ്പോഴും സമ്മൺ ചെയ്തിട്ട് ഈ ഒരു കേഴ്സ് എനർജി എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ബട്ട് ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്ക എന്നെ സമ്മൺ ചെയ്യുമ്പോൾ 5 മിനിറ്റ് ടൈം ഗ്യാപ്പിന് മാത്രം നമ്മുടെ യൂട്ടിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിക്കനെ സമ്മൺ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ റിക്കിൻ്റെ നമ്മുടെ യൂട്ടപ്പ് ഒരു ആർമി പ്ലസ് നമ്മുടെ ഇനുമാക്കിൻ്റെ കേഴ്സ് സ്പീച്ചും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ അവർ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ടൈമിൽ രണ്ടെണ്ണം പിടിച്ച് അടിക്കുകയാണ് നമ്മുടെ യൂട്ട. ഇവർക്ക് തല്ലുകൊണ്ട് മതിയായിട്ട് മറ്റവൻ ടെൻഷനായിട്ട് പറയണേ എന്നാൽ അത്രയ്ക്കായാൽ പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി ഡൊമൈൻ യൂസ് ചെയ്യാണ്. JJK മാങ്കിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 3 പേരും ഡൊമൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡൊമൈൻ്റെ റൂൾസ് നോക്കുകയാണെങ്കിൽ 2-3 സോഴ്സസ് സെയിം ടൈമിൽ ഈ ഒരു ഡൊമൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡൊമൈന് മറ്റ് ഡൊമൈൻസിൻ്റെ ഒരു കേഴ്സ് എനർജി തന്നെ നള്ളിഫൈ ചെയ്ത് കളയാൻ പറയാം. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ഇവരുടെ 3 പേരുടെ ഡൊമൈൻ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തില്ല എന്ന് പറയാം. അത് നള്ളിഫൈ ചെയ്ത് പോയി. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 2 പ്ലേയേഴ്സും കൂടി നമ്മുടെ റിക്കിനെ മറ്റൊരു സൈഡിലേക്ക് ആക്കിയിട്ട് പറയാം. അത് റിക്കി ഇല്ലാത്ത ടൈം നമ്മുടെ യൂട്ടയ്ക്ക് എപ്പോഴും ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു കാര്യം മനസ്സിലാക്കി ഇവർ നമ്മളെ കുറച്ച് കഷ്ടപ്പെടുകയാണെന്ന് നമ്മുടെ റിക്കിനെ യൂട്ടിൽ നിന്ന് ഒരു 20 മീറ്റർ വരെ മാറ്റി നിർത്തിയിട്ടുണ്ട്.
ഓക്കെ ശരി, എന്നാൽ ഇനി നമ്മുടെ ഒരു യൂട്ടനെ തോൽപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈമിലേക്ക് മറ്റൊരുന്ന് കയറി വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോക്രോച്ച് തല്ലിന് അവൻ മരിച്ചിട്ടില്ല. അതായത് ഇവിടെ എന്താ നടന്നു വെച്ചാൽ നമ്മുടെ കോക്രോച്ച് തല്ലിന് ശരിക്കും മരിച്ചു. പക്ഷേ ഇവൻ മരിക്കുന്ന മുമ്പ് ഇവൻ കുറച്ച് ചൈൽഡ് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവൻ്റെ ഈ ഒരു കേഴ്സ് എനർജി എല്ലാം ഈ ഒരു ചൈൽഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് സോ അങ്ങനെയാണ് അവൻ ഇപ്പോഴും ജീവനോടെ തിരിച്ചു വന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുമാതിരി ക്ലാഷ്, അതായത് നമ്മുടെ ഈ ഒരു കോക്രോച്ച് തലയും വേഴ്സസ് ഈ പെണ്ണ് വേഴ്സസ് നമ്മുടെ യൂട്ട വേഴ്സസ് യൂട്ട വേഴ്സസ് ഈ പെണ്ണ് ഒരുമാതിരി ക്ലാഷാണ്. അതായത് നമ്മുടെ ഈ ഒരു കോക്രോച്ച് തല നേരെ വന്നിട്ട് മറ്റുള്ള കൈ കടിച്ച് മുറിക്കുന്നുണ്ട്. ഈ ഒരു കൈയിനെ നേരെ നമ്മുടെ യൂട്ടേൻ്റെ റിക്കയും കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ഇവളുടെ കൈ തന്നെ മുറിച്ചുകൊണ്ട് ഇവള് വന്ന് കംപ്ലൈൻറ്റ് പറയണം, എടാ നാളെ നീ എൻ്റെ കൈ മുറിച്ചില്ലടാ തെണ്ടി പറഞ്ഞിട്ട് പറയണേ. സോ മറ്റേ ഇതൊക്കെ കേട്ടിട്ട് മതി, നീ ഒരു കാര്യത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് അവളെ നേരെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ് ഈ ജോസ്കേൻ്റെ ഹെയർ സ്റ്റൈലുള്ള ഈ തെണ്ടി. ഇവളെ കൊന്നു കണ്ടിട്ട് നമ്മുടെ യൂട്ടയ്ക്ക് കാര്യം മനസ്സിലായി. അതായത് ഇവൻ 1 vs 1 ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്ട എന്ത് ചെയ്യും പറഞ്ഞാൽ ഈ കോക്രോച്ച് തലേനെ തന്നെ ക്രഷ് ചെയ്ത് കൊല്ലുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 vs 1 ഫൈറ്റ് നടക്കുകയാണ്. അതായത് ഈ ഒരു ജോസ്കെ ഹെയർ സ്റ്റൈലുള്ള തെണ്ടി വേഴ്സസ് നമ്മുടെ ഈ ഒരു യൂട്ട ഫൈറ്റ് ഇവിടെ നടക്കുകയാണ്. എന്നാൽ ശരി, എന്നാൽ ആർക്ക് ഫുൾ പവർ ഉണ്ട് പറഞ്ഞാൽ ഇവർ 2000 ഫയർ ബ്ലാസ്റ്റ് ഇട്ട് കളിക്കുകയാണ്. ശരി, ഇത് മതിയാണ്ട് വീണ്ടും ഫയർ ബ്ലാസ്റ്റ് ഇട്ട് കളിക്കുകയാണ് രണ്ടാളും. സോ ഈ രണ്ടാളും ഫയർ ബ്ലാസ്റ്റ് പ്ലസ് ഈ ഒരു ഡൊമൈൻ എക്സ്പെൻഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ഒരു കേസ് ഉണ്ടെന്ന് തന്നെ ഇപ്പോൾ ഇവർക്ക് നഷ്ടമായെന്ന് പറയാം. സോ രണ്ടാളും ഇപ്പോൾ ഒരു എക്സോസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് പറയാം. ഓക്കെ, കേസ് എനർജി കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും പറഞ്ഞാൽ കൈ ഇറുക്കേ പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഒരു ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് എന്ന് നടക്കണം. സോ ഒരു പഞ്ച് കൊടുക്കണം, മറ്റേ 2 പഞ്ച് കൊടുക്കണം. സോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്ട മറ്റേ പെണ്ണ് ഉപയോഗിച്ച ഒരു ടെക്നിക്ക് തന്നെ ഇവന് മേലെ യൂസ് ചെയ്യാം. സോ നമ്മുടെ യൂട്ടയ്ക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിളാണ്. അതായത് ഈ ഒരു കോക്രോച്ച് അല്ലേ നേരെ മറ്റുള്ള കൈ കടിച്ച് മുറിച്ചല്ലോ. സോ ഈ കൈ നേരെ നമ്മുടെ റിക്ക കൺസ്യൂം ചെയ്തു. സോ നമ്മുടെ യൂട്ടൻ്റെ കോപ്പി എങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ മറ്റൊരു സോസറിൻ്റെ അല്ലെങ്കിൽ കേഴ്സ് സ്പിരിറ്റിൻ്റെ ചെറിയൊരു അംശം, അതായത് ഒരു ബോഡി പാർട്സോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും കേഴ്സിൻ്റെ എനർജി സ്റ്റഫ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ചെറിയ പാർട്ട് മാത്രം കിട്ടിയാൽ മതി നമ്മുടെ യൂട്ടിക്ക് ആ ഒരു കേഴ്സ് ടെക്നിക്ക് തന്നെ കോപ്പി ചെയ്യാൻ. അതായത് എത്ര ഒരു എമൗണ്ട് കിട്ടണോ അത്രയും ടൈം വരെ ഇവന് ആ ഒരു കേഴ്സ് ടെക്നിക്ക് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ജോസ്കിൻ്റെ ഹെയർ സ്റ്റൈലുള്ള ഈ നാരനെ നമ്മൾ യൂട്ട അടിച്ചടിച്ച ഒരു പരുവൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിക്ക ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് തന്നെ ഇപ്പോൾ ഇവിടെ തീരാൻ പോകണം. സോ നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനൽ ബ്ലോഗും കൂടി കൊടുക്കുന്നത് നമ്മുടെ യൂട്ട. സോ ഇവൻ മരിച്ചു പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ സുക്കുണ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ കാണിക്കാം. സോ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ യൂട്ട ഈ ജോസ്കി തെണ്ടിനെ കൊന്നുണ്ടാവുന്നു. സോ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ മരിച്ചിട്ടുണ്ടാവില്ല, മറിച്ച് നമ്മുടെ യൂട്ട അവനെ വെറുതെ വിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ജോസ്കി തന്നെ നമ്മുടെ യൂട്ടിൻ്റെ അത് പറയണ്ടേ, യൂട്ട യു ആർ ടു സോഫ്റ്റ്, എന്തിനെ വെറുതെ വിട്ടു പറഞ്ഞിട്ട് പറയണ്ടേ. ഇപ്പം നമ്മുടെ യൂട്ട പറയണ്ടേ അതൊരു കോംപ്ലിമെൻ്റ് ആയി എടുത്ത് പറയണ്ടേ, അത് നിന്നെ മാത്രമല്ല ഞാൻ മറിച്ച് അവളിനെയും വെറുതെ വിട്ടിട്ടുണ്ട്, ഒരു ഒപ്പോണൻറ്റിനെ വെറുതെ വിടുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല പറഞ്ഞിട്ട് പറയണ്ടേ. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടയ്ക്ക് ഈ ഒരു പെണ്ണിൻ്റെ ആയിരുന്നു അതുപോലെ തന്നെ ഈ ജോസ്കി തെറ്റിൻ്റെ പോയിന്റ് ട്രാൻസ്ഫർ ആയി കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ യൂട്ടിൻ്റെ പോയിന്റ് പറഞ്ഞാൽ 190 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യൂസ്ലെസ് മീനിങ് കൂടി കാണിക്കേണ്ട ഒരു കള്ളിങ് ഗെയിമിൻ്റെ അകത്ത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ക്യാരക്ടറും കൂടി കാണിക്കേണ്ടത്. സോ ഇവൻ്റെ മെയിൻ ജോലി പറഞ്ഞാൽ ഇവനൊരു മാങ്കയ്ക്കാണ്, അതായത് മാങ്കയ്ക്ക് വരയ്ക്കുന്നതാണ് ഇവൻ്റെ മെയിൻ ജോലി. സോ ഇവൻ ഈ ഒരു മാങ്കയ്ക്കെല്ലാം വരച്ച മാങ്കയെല്ലാം ഒരു പ്രൊഡ്യൂസറിൻ്റെ അത് കാണിച്ചു കൊടുക്കണം. സോ ഇവൻ A to Z വരെ കുറ്റം പറയാണ്. ലാസ്റ്റ് ഇവൻ്റെ ഒരു ഫിംഗർ തന്നെ അവൻ പൊട്ടിച്ചു കളയാണ്. സോ ഇതാരെ നോക്കിയാൽ ഒരു കള്ളിങ് ഗെയിമിൻ്റെ ഒരു പ്ലെയറാണ്, ചാൾസ് എന്നാണ് ഇവൻ്റെ പേര്. സോ ഇവൻ സീരിയസ് ആയിട്ട് ഇവൻ്റെ മാങ്ങിൻ്റെ റിജക്ഷൻ സ്റ്റോറിക്ക് നമ്മുടെ ഹക്കാരിൻ്റെ അത് പറയും. സോ നമ്മുടെ ഹക്കാരി എന്ന് ചെയ്യുന്നു പറഞ്ഞാൽ നീ ഇപ്പോൾ എൻ്റെ കാലെ പിടിച്ച് കെഞ്ചി പറഞ്ഞാലും ഞാനൊരു മാങ്ങയൊന്നും വായിക്കില്ല, ഇതൊക്കെ എന്നെ അതായത് ഈ മാങ്ക കാര്യങ്ങളൊക്കെ എന്നെ കേടുവരുത്തും പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഹക്കാരി എന്ന് പറയുന്നത്. സോ ഈ കാര്യം കേട്ട് മറ്റവൻ ടെൻഷനായിട്ട് നമ്മുടെ ഹക്കാരിയായിട്ട് ഇങ്ങനെ ചെറിയൊരു ഫൈറ്റ് നടക്കുകയാണ്. സോ ഈ ഫൈറ്റ് ഇങ്ങനെ പോയി കുറച്ച് സീരിയസ് ആവും. അപ്പം നമ്മൾ ഹക്കാരി എടുക്കും. ആളുടെ ഒരു ഐക്കോണിക് സാധനമാണ് ഡൊമൈൻ എക്സ്പാൻഷൻ. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡൊമൈനിലൊന്നാണ് നമ്മുടെ ഹക്കാരിൻ്റെ. സോ ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹക്കാരിൻ്റെ ഡൊമൈനൊക്കെ ഒന്ന് ആനിമേ കാണാൻ. സോ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. സോ ബാക്കിയായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നമ്മൾ സ്ഥിരം പറഞ്ഞ പോലെ തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഐക്കാർഡിൽ നമ്മുടെ ഒരു കള്ളിങ് ഗെയിമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോനെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ടാവും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം.